ഇന്ന് നമുക്ക് സ്പെഷ്യലായിട്ട് ഒരു ഞണ്ട് മസാല ഉണ്ടാക്കിയാലോ. അതിനുവേണ്ടി ഒരു അരക്കിലോളം ഞണ്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ അതിൻ്റെ കൂടെ കഴിക്കാനായിട്ട് കപ്പപ്പുഴുക്കും ഉണ്ടാക്കും. ഇന്ന് ഇതിൽ ചേർക്കുന്നതിന് വേണ്ടി അരക്കിലോ ഞണ്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണ 3/4 കപ്പ് എടുത്തിട്ടുണ്ട്. സവാള ഒരു 1/4 കിലോ സവാള എടുത്തിട്ടുണ്ട്. പച്ചമുളക് ഒരു 8 എണ്ണം. വെളുത്തുള്ളി ചതച്ചതും ഉണ്ട്, ഒരു 10 അല്ലി. അതേപോലെ അതിൻ്റെ കൂടെ തന്നെ ഇഞ്ചി ചതച്ചതും കൂടെ ഉണ്ട്. പിന്നെ മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട്, 1/2 ടീസ്പൂണാണ്. മുളക് പൊടി 1/2 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. മല്ലിപ്പൊടി 2 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ കൂടെ ഗ്രാമ്പു 2 എണ്ണം, കറുവപ്പട്ട 2 കഷ്ണം, പെരിഞ്ജീരകം പൊടിച്ചത് 1/2 ടീസ്പൂൺ ഉണ്ട്. പിന്നെ അതിൻ്റെ കൂടെ ആവശ്യത്തിനുള്ള ഉപ്പും എല്ലാം ചേർക്കാം. വെള്ളവും നമുക്ക് ആവശ്യത്തിന് ഒഴിക്കാം. വെളിച്ചെണ്ണ ഒഴിക്കാം. വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്. നമുക്കതിലേക്ക് സവാള ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ പച്ചമുളക്, ഇഞ്ചി പച്ചമുളകും കൂടെ ഇതിൻ്റെ കൂടെ പേസ്റ്റാക്കി ഇഞ്ചിയും വെളുത്തുള്ളിയും നമ്മൾ ഇതിനകത്ത് കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. ഇതൊന്ന് വഴറ്റി കൊടുക്കാം നമുക്ക്. അത് പെട്ടെന്ന് വഴണ്ട് കിട്ടുന്നതിന് വേണ്ടി നമുക്ക് ഇച്ചിരി ഉപ്പ് ചേർക്കാം. ഇത് ചേർത്തിട്ടുള്ള സവാള, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി എല്ലാം നല്ല മയമായിട്ടുണ്ട്. ഇനി നമുക്ക് മുളക് പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും കൂടെ നമുക്ക് ഇതിനകത്താക്കി ചേർക്കാം. മൂക്കുന്നതിന് വേണ്ടി ഇളക്കി കൊടുക്കാം. മഞ്ഞപ്പൊടിയെല്ലാം നല്ലപോലെ മൂത്തിട്ടുണ്ട്. അതിൽ നമുക്കിനി തിളപ്പിച്ചാറ്റിയ വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഒന്ന് അടച്ചു കൊടുക്കാം. ഇത് തിളച്ച് വന്നിട്ടുണ്ട്. ഇതിലേക്ക് പെരിഞ്ജീരകം പൊടിച്ചതും കറുവപ്പട്ട, ഗ്രാമ്പും കൂടെ ചേർക്കാം. ഇതിലേക്ക് റെഡിയാക്കി വെച്ചേക്കുന്ന ഞണ്ട് ഇട്ട് കൊടുക്കാം.
വേവുന്നതിന് വേണ്ടി ഒന്ന് അടച്ചു. നമ്മുടെ ഞണ്ട് വെന്ത് കുറുകിയിട്ടുണ്ട് കറി. നമുക്കതിലേക്കായി ഇച്ചിരി ഉപ്പും കൂടെ, സ്വല്പം ഉപ്പൂടെ ഞാൻ ഇടുക. ഒന്ന് ഇളക്കിയിട്ട് കറിവേപ്പില ചേർക്കാം. ഒന്നുകൂടെ നടച്ചു വെച്ച് നമുക്കെടുക്കാം. നല്ലൊരു ഇളക്കി ഇനി ഈ കുറച്ച് നേരം കൂടെ ഒന്ന് അടച്ചു വെച്ചിട്ട് നമുക്ക് ഇത് വാങ്ങാം. ഏറെ രുചിയുള്ള ഞണ്ട് മസാലയും കപ്പ പുഴുക്ക് റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഇതേപോലെ ഒന്ന് പരീക്ഷിച്ച് നോക്കണം.